നമസ്കാരം, മീഡിയ മലയാളത്തിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസം നമ്മൾ നടത്തിയ അനാലിസിസ് കേട്ട് പല കമന്റുകളും വന്നിരുന്നു. എല്ലാ കമന്റിനുമുള്ള ഉത്തരം നമ്മൾ പതിയെ നൽകുന്നതാണ്. ഇന്ന് ഞാൻ തിരഞ്ഞെടുത്ത ഒരു പോയിന്റ് പി റേഷ്യോ കുറിച്ച് ചോദിച്ചതാണ്. ഇന്ന് നമുക്ക് എന്താണ് ഇതെന്ന് മനസ്സിലാക്കാം. കാരണം ഒരു സ്റ്റോക്കിന്റെ വാല്യുവേഷൻ അനലൈസ് ചെയ്യുന്നതിന് സാധാരണ നോക്കുന്ന ഒരു മെട്രിക് ആണിത്. ഒപ്പം കുറച്ച് വെറൈറ്റിക്ക് പി റേഷ്യോ കൂടുതലുള്ള ഒരു സ്റ്റോക്കിന്റെ കേസ് സ്റ്റഡി കൂടെ മനസ്സിലാക്കാം. ആ സ്റ്റോക്ക് പോർട്ട്ഫോളിയോയിൽ ഉൾപ്പെടുത്താൻ വെർത്ത് ആണോ അല്ലയോ എന്ന് അനാലിസിസ് കേട്ട് കഴിഞ്ഞ് നിങ്ങൾക്ക് അഭിപ്രായം പറയാവുന്നതാണ്. ആദ്യം പി റേഷ്യോ എന്താണെന്ന് മനസ്സിലാക്കാം. ഇതൊരു വാല്യുവേഷൻ റേഷ്യോ ആണ്. വാല്യുവേഷൻ റേഷ്യോകൾ എന്നത് ഒരു കമ്പനിയുടെ ഓഹരി വില അതിന്റെ യഥാർത്ഥ ബിസിനസ് മൂല്യവുമായി എങ്ങനെ പൊരുത്തപ്പെടുന്നു എന്ന് അളക്കുന്ന ടൂളുകളാണ്. ഒരു കാർ വാങ്ങുമ്പോൾ അതിന്റെ എഞ്ചിൻ കണ്ടീഷനും മൈലേജും നോക്കുന്നത് പോലെ ഒരു സ്റ്റോക്ക് വാങ്ങുമ്പോൾ ഈ റേഷ്യോകൾ നോക്കുന്നത് അത്യാവശ്യമാണ്. പി റേഷ്യോ തന്നെയാണ് ഇതിൽ പ്രധാനം. ₹1 ലാഭത്തിന് നിങ്ങൾ എത്ര രൂപ മുടക്കുന്നു എന്ന് ഇത് കാണിക്കുന്നു. പി റേഷ്യോ കണക്കാക്കാൻ ഒരു ഫോർമുലയുണ്ട്. ഓഹരി വില ഡിവൈഡഡ് ബൈ ഓഹരി ഒന്നിന് ലഭിക്കുന്ന ലാഭം അഥവാ EPS നോക്കിക്കൊണ്ടാണിത്. ഉദാഹരണം പറഞ്ഞാൽ ഒരു കമ്പനിയുടെ വില 100 രൂപയും ഒരു ഷെയറിന് കിട്ടുന്ന ലാഭം 10 രൂപയുമാണെങ്കിൽ പി റേഷ്യോ എന്ന് പറയുന്നത് 10 ആണ്. അതായത് ₹1 ലാഭത്തിനായി നിങ്ങൾ 10 രൂപ കൊടുക്കുന്നു. ഒരു സ്റ്റോക്കിന്റെ പി റേഷ്യോ വെച്ച് അത് അണ്ടർ വാല്യൂഡ് ആണോ അതോ ഓവർ വാല്യൂഡ് ആണോ എന്ന് തീരുമാനിക്കുന്നത് ഒരു കലയാണ്. ഇതിന് കൃത്യമായ ഒരു ശതമാനമോ നമ്പറോ ഡിഫൈൻ ചെയ്യുന്നതിൽ അർത്ഥമില്ല. എങ്കിലും ഒരു നിക്ഷേപകൻ എന്ന നിലയിൽ ചില കാര്യങ്ങൾ മനസ്സിലാക്കി വയ്ക്കാം. സ്റ്റോക്കിന്റെ യഥാർത്ഥ ശേഷിയേക്കാൾ കുറഞ്ഞ വിലയ്ക്കാണ് അത് വിപണിയിൽ കിട്ടുന്നതെങ്കിൽ അതിന് അണ്ടർ വാല്യൂഡ് എന്ന് പറയാം. ഭാവിയിൽ ഇത് ഉയരാൻ സാധ്യതയുണ്ട്. കമ്പനിയുടെ യഥാർത്ഥ വരുമാനത്തെക്കാൾ വലിയൊരു പ്രീമിയം കൊടുത്താണ് നിങ്ങൾ ഇപ്പോൾ ഓഹരി വാങ്ങുന്നതെങ്കിൽ അത് ഓവർ വാല്യൂഡ് ആണ്. ഇവിടെ റിസ്ക് കൂടുതലാണ്. കമ്പനിയുടെ വളർച്ചയും ലാഭവും കണക്കിലെടുക്കുമ്പോൾ മാർക്കറ്റിലെ നിലവിലെ വില അതിന്റെ യഥാർത്ഥ മൂല്യത്തോട് ചേർന്ന് നിൽക്കുന്നുണ്ടെങ്കിൽ അത് ഫെയർലി വാല്യൂഡ് ആണ്. ഇനി നിങ്ങൾക്ക് തോന്നുന്ന സംശയം പി റേഷ്യോ എത്രയാകുന്നതാണ് ഫെയർലി വാല്യൂഡ് അല്ലെങ്കിൽ അണ്ടർ വാല്യൂഡ് ആയി കണക്കാക്കുന്നതെന്നാവും. അത് നിങ്ങൾ ഏത് സെക്ടറിൽ നോക്കുന്നു എന്നത് ആശ്രയിച്ചിരിക്കും. IT കമ്പനികൾ അല്ലെങ്കിൽ ഫാസ്റ്റ് ഗ്രോയിങ് കമ്പനികളൊക്കെ ആണെങ്കിൽ അവർക്ക് 30 to 40 അല്ലെങ്കിൽ അതിൽ കൂടുതൽ പി റേഷ്യോ സാധാരണമാണ്. കാരണം ഇവരുടെ ഭാവി വളർച്ച വളരെ കൂടുതലായിരിക്കും. ബാങ്കുകൾ, മാനുഫാക്ചറിംഗ്, PSU കമ്പനികളൊക്കെ ആണെങ്കിൽ ഇവർക്ക് 10 മുതൽ 15 പി റേഷ്യോ വളരെ സാധാരണമാണ്. ചെറിയ പി എന്നൊക്കെ പറയുമ്പോൾ 5 മുതൽ 10 ടൈംസ് ആണ്. ഇത് വളരെ ആകർഷകമായി തോന്നാം. പക്ഷെ ചിലപ്പോൾ ഇതൊരു വാല്യൂ ട്രാപ്പ് ആകാനും സാധ്യതയുണ്ട്. ഒരു സ്റ്റോക്ക് അണ്ടർ വാല്യൂഡ് ആണോ എന്ന് തീരുമാനിക്കാൻ ഇനി പറയുന്ന രീതികൾ കൂടി ഉപയോഗിക്കാം. ഹിസ്റ്റോറിക്കൽ പി നോക്കുക എന്നതാണ് ആദ്യത്തെ കാര്യം. ആ കമ്പനിയുടെ കഴിഞ്ഞ 5 വർഷത്തെ ശരാശരി പി നോക്കുക. നിലവിലെ പി അതിലും കുറവാണെങ്കിൽ അത് അണ്ടർ വാല്യൂഡ് ആകാനുള്ള സാധ്യതയുണ്ട്. സെക്ടർ പി ആണ് അടുത്തത്. ആ കമ്പനി പ്രവർത്തിക്കുന്ന മേഖലയിലെ മറ്റ് പ്രധാന കമ്പനികളുടെ പി നോക്കുക. ആ ശരാശരിയേക്കാൾ വളരെ താഴെയാണോ നിങ്ങളുടെ കമ്പനിയുടെ പി എങ്കിൽ അത് അണ്ടർ വാല്യൂഡ് സ്റ്റോക്ക് ആയേക്കാം. പി മാത്രം നോക്കുന്നതിനേക്കാൾ മികച്ചതാണ് പെഗ് റേഷ്യോ അഥവാ പ്രൈസ് ടു ഏർണിംഗ്സ് ഗ്രോത്ത് റേഷ്യോ നോക്കുന്നത്. പെഗ് 1-ൽ താഴെയാണെങ്കിൽ ആ സ്റ്റോക്ക് അണ്ടർ വാല്യൂഡ് ആണ്. വളർച്ചയുമായി താരതമ്യം ചെയ്യുമ്പോൾ വില കുറവാണ്. പെഗ് 2-ന് മുകളിലാണെങ്കിൽ അത് ഓവർ വാല്യൂഡ് ആയിരിക്കാം. പക്ഷെ ഇത് മാത്രം വെച്ച് തീരുമാനമെടുക്കരുത്. ഒരു കമ്പനിയുടെ പി കുറവായതുകൊണ്ട് മാത്രം അത് നല്ലതാണെന്ന് കരുതി വാങ്ങരുത്. ആ കമ്പനിയുടെ ലാഭം കുറയുകയാണോ എന്ന് പരിശോധിക്കുക. ലാഭം കൂടുന്നതിനനുസരിച്ച് പി കുറയുകയാണെങ്കിൽ മാത്രം അത് വാങ്ങുക. ഇനി പി റേഷ്യോ മാത്രമാണോ വാല്യൂഷൻ നിർണ്ണയിക്കുന്നത്? അല്ല, വേറെയും ചില റേഷ്യോകൾ നോക്കാൻ സാധിക്കും. PB റേഷ്യോ ആണ് അടുത്തത്. പ്രൈസ് ടു ബുക്ക് റേഷ്യോ എന്നും പറയും. കമ്പനിയുടെ വിപണി വിലയും അതിന്റെ ബുക്ക് വാല്യൂം തമ്മിലുള്ള ബന്ധമാണ് ഈ റേഷ്യോയിലൂടെ മനസ്സിലാക്കുന്നത്. PB 1-ൽ താഴെയാണെങ്കിൽ ആ കമ്പനിയുടെ മൊത്തം സ്വത്തുക്കൾ വിറ്റാൽ കിട്ടുന്ന തുകയേക്കാൾ കുറഞ്ഞ വിലയ്ക്കാണ് ഓഹരി ലഭിക്കുന്നത്. ഇത് ബാങ്കുകൾക്കും ഇൻഫ്രാസ്ട്രക്ചർ കമ്പനികൾക്കും വളരെ പ്രധാനമാണ്. പ്രൈസ് ടു സെയിൽസ് റേഷ്യോ ആണ് അടുത്തത്. കമ്പനിയുടെ വിറ്റുവരവിനെ അഥവാ സെയിൽസ് അല്ലെങ്കിൽ റവന്യൂ അടിസ്ഥാനമാക്കിയുള്ള അളവുകോലാണിത്. ലാഭമില്ലാത്ത വളർന്നുകൊണ്ടിരിക്കുന്ന ഗ്രോത്ത് സ്റ്റോക്ക് കമ്പനികളിൽ പി റേഷ്യോ ഉപയോഗിക്കാൻ കഴിയില്ല. അത്തരം സാഹചര്യങ്ങളിൽ കമ്പനിയുടെ മൊത്തം വിൽപ്പനയെ നോക്കി വിലയിരുത്തുന്നതാണ് PS റേഷ്യോ. ഇത് കുറവാണെങ്കിൽ നല്ലതാണ്. EV/EBITDA ആണ് അടുത്തത്. കമ്പനിയുടെ മൊത്തം മൂല്യത്തെ അതായത് കടം ഉൾപ്പെടെയുള്ള അതിന്റെ പ്രവർത്തന ലാഭവുമായി താരതമ്യം ചെയ്യുന്നു. പി റേഷ്യോ കമ്പനിയുടെ കടം അല്ലെങ്കിൽ ഡെപ്റ്റ് പരിഗണിക്കുന്നില്ല. എന്നാൽ EV/EBITDA നോക്കുമ്പോൾ കടം കൂടി കണക്കിലെടുക്കുന്നത് കൊണ്ട് ഇത് വളരെ കൃത്യമായ റേഷ്യോ ആണ്. വലിയ പ്രൊജക്റ്റുകൾ ചെയ്യുന്ന കമ്പനികളുടെ സാമ്പത്തിക സുസ്ഥിരത മനസ്സിലാക്കാൻ ഇത് സഹായിക്കുന്നു. ഡിവിഡൻഡ് ഈൽഡ് വാല്യുവേഷൻ നോക്കാൻ ഉപയോഗിക്കാവുന്നതാണ്.
ഓഹരി വിലയുടെ എത്ര ശതമാനമാണ് കമ്പനി ലാഭവിഹിതമായി നൽകുന്നതെന്ന് ഇത് സൂചിപ്പിക്കുന്നു. സ്ഥിരമായി വരുമാനം ആഗ്രഹിക്കുന്ന നിക്ഷേപകർക്ക് ഇത് വളരെ പ്രധാനമാണ്. ഈ റേഷ്യോകൾ വാല്യൂഷൻ മനസ്സിലാക്കാൻ സഹായിക്കുന്നു. എന്നാൽ ഒരു കമ്പനിയുടെ ഇത്തരം റേഷ്യോ അതിന്റെ കോമ്പറ്റീറ്റേഴ്സുമായി താരതമ്യം ചെയ്യേണ്ടതുണ്ട്. ഉദാഹരണത്തിന്, ഒരു IT കമ്പനി മറ്റൊരു IT കമ്പനിയുമായി മാത്രം താരതമ്യം ചെയ്യുക. ഇനി നമുക്ക് പി റേഷ്യോ കൂടുതലുള്ള സ്മാൾ ക്യാപ് കമ്പനിയെ കുറിച്ച് മനസ്സിലാക്കാം. സുദർശൻ കെമിക്കൽ ഇൻഡസ്ട്രീസ് ലിമിറ്റഡ് എന്നാണ് കമ്പനിയുടെ പേര്. 1974 സ്ഥാപിതമായ കമ്പനി ഓർഗാനിക്, ഇനോർഗാനിക് പിഗ്മെന്റുകൾ, ഇഫക്റ്റ് പിഗ്മെന്റുകൾ എന്നിവയുടെ നിർമ്മാണത്തിലും വിൽപ്പനയിലുമാണ് ഏർപ്പെട്ടിരിക്കുന്നത്. 6500 കോടി രൂപ വിപണി മൂല്യമുള്ള ഈ കമ്പനി ലോകത്തിലെ 3ാമത്തെ വലിയ പിഗ്മെന്റ് നിർമ്മാതാവാണ്. കൂടാതെ വ്യാവസായിക ആവശ്യങ്ങൾക്കുള്ള മലിനീകരണ നിയന്ത്രണ ഉപകരണങ്ങൾ, സൈസ് റിഡക്ഷൻ എക്യുപ്മെന്റ്, ഗ്രൈൻഡിംഗ് ഉപകരണങ്ങൾ എന്നിവയും നിർമ്മിക്കുന്നുണ്ട്. കമ്പനിയെക്കുറിച്ച് ഇന്നിവിടെ പരാമർശിക്കാൻ വേറൊരു കാരണമുണ്ട്. ഇന്ത്യയിലെ പ്രമുഖ നിക്ഷേപകനായ വിജയ് കേഡിയ ഈ കമ്പനിയിൽ നിക്ഷേപം നടത്തിയിട്ടുണ്ട്. 2015 ഡിസംബർ മുതൽക്ക് തന്നെ വിജയ് കേഡിയയ്ക്ക് ഈ കമ്പനിയിൽ ഓഹരി പങ്കാളിത്തമുണ്ട്. അതിനു മുൻപേ തന്നെ അദ്ദേഹം ഓഹരികൾ വാങ്ങിയിട്ടുണ്ടാകാം. എന്നാൽ trendline.com ലഭ്യമായ ഏറ്റവും പഴയ വിവരങ്ങൾ 2015 ഡിസംബറിലേതാണ്. നിലവിൽ 83 കോടി രൂപ മൂല്യമുള്ള 1.3% ഓഹരിയാണ് അദ്ദേഹത്തിനുള്ളത്. കേഡിയയ്ക്ക് പുറമെ ആഭ്യന്തര നിക്ഷേപ സ്ഥാപനങ്ങളും കമ്പനിയിൽ താൽപര്യം പ്രകടിപ്പിച്ചിട്ടുണ്ട്. കമ്പനിയിലെ DII ഓഹരി പങ്കാളിത്തം 2024 ഡിസംബറിൽ 19% 2025 ഡിസംബർ ആയപ്പോഴേക്കും 25% വർദ്ധിച്ചിട്ടുണ്ട്. കമ്പനിയുടെ സാമ്പത്തിക സ്ഥിതി നോക്കാം. കമ്പനിയുടെ വിൽപ്പന FY20 1700 കോടി രൂപയിൽ നിന്ന് FY25 ആയപ്പോഴേക്കും 3346 കോടി രൂപയെ വർദ്ധിച്ചിട്ടുണ്ട്. അതായത് 14% സംയുക്ത വളർച്ചാ നിരക്ക്. 2025 ഡിസംബറിൽ അവസാനിച്ച FY26 3 പാദങ്ങളിൽ മാത്രം കമ്പനി ഏകദേശം 7000 കോടി രൂപയുടെ വിൽപ്പന നടത്തിയിട്ടുണ്ട്. EBITDA FY20 248 കോടി രൂപയിൽ നിന്ന് FY25 383 കോടി രൂപയായി വർദ്ധിച്ചിട്ടുണ്ട്. അതായത് 9% വളർച്ച. 2025 ഡിസംബറിൽ അവസാനിച്ച 3 പാദങ്ങളിൽ 362 കോടി രൂപയായിരുന്നു EBITDA. എങ്കിലും കഴിഞ്ഞ കുറച്ച് പാദങ്ങളായി ലാഭത്തിൽ കുറവാണ് കാണുന്നത്. 2025 ഡിസംബറിൽ അവസാനിച്ച 3 പാദങ്ങളിൽ കമ്പനിക്ക് 42 കോടി രൂപയുടെ നഷ്ടമാണ് ഉണ്ടായത്. 2025 ഡിസംബറിൽ അവസാനിച്ച പാദത്തിൽ മാത്രം 116 കോടി രൂപയുടെ നഷ്ടമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. സുദർശൻ കെമിക്കൽ ഇൻഡസ്ട്രീസിന്റെ ഓഹരി വില 2021 മാർച്ചിൽ 550 രൂപയായിരുന്നു. 2026 മാർച്ച് 5 ഇത് 830 രൂപയായിരുന്നു. എന്നിരുന്നാലും കഴിഞ്ഞ 6 മാസത്തിനുള്ളിൽ ഓഹരി വിലയിൽ ഏകദേശം 40% ഇടിവുണ്ടായിട്ടുണ്ട്. ഇന്ന് ഓഹരി ഒരു വർഷത്തെ താഴ്ന്ന നിലയിലാണ് വ്യാപാരം ചെയ്യുന്നത്. ഇനി വാല്യുവേഷൻ നോക്കിയാൽ ഓഹരിയുടെ നിലവിലെ PE അനുപാതം 1779 ടൈംസ് ആണ്. അതേസമയം ഇൻഡസ്ട്രി മീഡിയൻ 17 മടങ്ങാണ്. കമ്പനിയുടെ 10 വർഷത്തെ ശരാശരി PE 31 ടൈംസ് ആണ്. കഴിഞ്ഞ 6 മാസമായി ഓഹരി വിലയിലുണ്ടായ ഇടിവിന് കാരണം ഹ്യൂബാക് ഗ്രൂപ്പ് ഏറ്റെടുത്തതുമായി ബന്ധപ്പെട്ട ബാധ്യതകളാണ്. ഈ ഏറ്റെടുക്കൽ കമ്പനി ആഗോളതലത്തിൽ തന്നെ വലിയൊരു ശക്തിയാക്കി മാറ്റിയെങ്കിലും 2200 കോടി രൂപയിലധികം കടബാധ്യതയിലേക്ക് അത് കമ്പനിയെ തള്ളിവിട്ടു. യൂറോപ്പിലും US-ലും പിഗ്മെന്റുകൾക്കുള്ള ആവശ്യം കുറഞ്ഞ സമയത്താണ് ഈ വലിയ കടബാധ്യത വന്നത്. ഇതുമൂലമാണ് ഡിസംബർ പാദത്തിൽ കമ്പനി 116 കോടി രൂപയുടെ നഷ്ടം രേഖപ്പെടുത്തിയത്. ഉയർന്ന പലിശ ചെലവുകൾ പണമൊഴുക്കിനെ ബാധിച്ചതോടെ പ്രവർത്തന ലാഭത്തിന്റെ തോത് 2% കുറഞ്ഞു. ദീർഘകാല വളർച്ച എന്നതിൽ നിന്ന് ശ്രദ്ധ മാറി ഇപ്പോൾ സാമ്പത്തിക പ്രതിസന്ധി മറികടക്കുക എന്നതിലാണ് കമ്പനി ശ്രദ്ധിക്കുന്നത്. ഇങ്ങനെയൊക്കെ ആയിട്ടും വിജയ് കേഡിയ തന്റെ നിക്ഷേപത്തിൽ നിന്ന് പിന്മാറിയിട്ടില്ല. നമുക്കിവിടെ അസാധാരണമായി റിപ്പോർട്ട് ചെയ്ത പിയുടെ കാരണം നോക്കാം. PE അനുപാതത്തിന്റെ സൂത്രവാക്യം ഓഹരി വില ഡിവൈഡഡ് ബൈ ഓഹരി ഒന്നിന് ലഭിക്കുന്ന വരുമാനം എന്നാണ്. കമ്പനിയുടെ ലാഭം ഗണ്യമായി കുറയുമ്പോൾ ഈ സൂത്രവാക്യത്തിലെ വരുമാനം വളരെ ചെറുതാകുന്നു. ഇത് PE അനുപാതത്തെ അസാധാരണമായ വിധം വർദ്ധിപ്പിക്കുന്നു. കമ്പനിയുടെ നിലവിലെ അവസ്ഥ കടം കൂടി ലാഭം കുറഞ്ഞു എന്നതാണ്. മാത്രമല്ല കമ്പനിയുടെ ഏത് പാരാമീറ്റർ എടുത്താലും ഒരു നിക്ഷേപകൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒന്നും കാണുന്നില്ല എന്ന് മനസ്സിലാക്കുന്നുണ്ട്. ഇനി ചെയ്യാവുന്നത് കമ്പനിയുടെ കടബാധ്യത കുറയുന്നുണ്ടോ എന്നും പ്രവർത്തന ലാഭം മെച്ചപ്പെടുന്നുണ്ടോ എന്നും തുടർച്ചയായി നിരീക്ഷിക്കുക മാത്രമാണ്. വിജയ് കേഡിയയുടെ തീരുമാനം ശരിയായിരുന്നുവെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അഭിപ്രായം രേഖപ്പെടുത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു.